ശ്രീ എൻ ശക്തൻ അവർ, ചിത്രങ്ങളുടെയും ഡയറക്ടർ നമ്മുടെ കലാസമിതിയുടെ വളരെ പ്രധാനിയും കൂടിയായ ശ്രീ ഗജേന്ദ്രൻ ബാവയാണ്. കഴിഞ്ഞ വർഷവും അദ്ദേഹത്തിൻ്റെ 2 ചിത്രങ്ങൾ, വളരെ കലാമൂല്യമുള്ള 2 ചിത്രങ്ങൾ ഇതേ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി. ക്യാമ്പസ് റാക്കറ്റും നീലിയും സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള 2 ചിത്രങ്ങളാണ്. കലാസമിതിക്ക് വേണ്ടി ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സംവിധായകൻ ശ്രീ ഗജേന്ദ്ര ബാവയായിരിക്കും. എനിക്ക് വളരെ സന്തോഷമുണ്ട്. 2 കാര്യത്തിൽ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ശ്രീ ഗജേന്ദ്രൻ ബാവെ. ഒന്ന്, പൂർണ്ണമായും പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു സിനിമ. രണ്ടാമത്തത്, സ്ത്രീ കഥാപാത്രങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് അവർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പടം. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചൂഷണം നേരിടുന്ന ഒരു വിഭാഗമാണ് സ്ത്രീകൾ. കൊച്ചുകുട്ടികൾ മുതൽ ഇന്ന് ചൂഷണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ അവരുടെ പ്രശ്നങ്ങൾ സമൂഹത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കുന്നതിന് ഇതുപോലുള്ള അനുഗ്രഹീത കലാകാരന്മാർ, ഗജേന്ദ്രൻ ബാവയെ പോലുള്ള അനുഗ്രഹീത കലാകാരന്മാർ മുൻപോട്ട് വരുന്നത് നല്ലതാണ്. ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കട്ടെ. ഈ 2 സിനിമയ്ക്ക് ക്യാമറ എടുത്തിരിക്കുന്നത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായ ശ്രീ സദനാണ്. ഗജേന്ദ്രൻ ബാവയ്ക്ക് കൂടുതൽ ഉയരങ്ങളിൽ എത്താൻ കഴിയട്ടെ എന്നുകൂടി ഞാൻ പറയട്ടെ. ഈ 2 ചിത്രങ്ങളുടെയും പ്രദർശനം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. 2 ചിത്രങ്ങളായ ക്യാമ്പസ് റാക്കറ്റ്, നീലി എന്നീ ചിത്രങ്ങളുടെ സംവിധായകൻ ഗജേന്ദ്രൻ ബാവയെ പൊന്നാടയണിയിച്ച് സ്വീകരിക്കുവാൻ ബഹുമാന്യനായ ശ്രീ എൻ ശക്തൻ അവരുടെ ക്ഷണിച്ചു. നീലി എന്ന ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്ത് ശ്രീ കമലാലയൻ കുമാർ. ട്രാവൻകൂർ കലാസമിതിയുടെയും എൻ്റെയും എല്ലാ പ്രേക്ഷകരുടെ പേരിലും സ്നേഹം നിറഞ്ഞ ജന്മദിനം നേരുന്നു. മെമന്റോ ചിത്രകാരിയാണ്, പാട്ടുകാരിയാണ്. നീലി എന്ന ചിത്രത്തിലൂടെ ആദ്യമായി നല്ല അഭിനേത്രിയായി എന്ന് തെളിയിച്ചിട്ടുണ്ട്. ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കും ഞാൻ ഇതുവരെ സ്വപ്നം കണ്ടിട്ടില്ല. പിന്നെ ഈ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്ത ട്രാവൻകൂർ കലാസമിതിക്ക് ഒരു വലിയ താങ്ക്സ്. പിന്നെ ഈ ഷോർട്ട് ഫിലിം നടക്കാൻ കാരണമായ 2 വ്യക്തികൾ, അതായത് ഗജേന്ദ്രൻ സാറും കമലാലയം സാറും, ഇവരില്ലായിരുന്നെങ്കിൽ ഈ ഷോർട്ട് ഫിലിം നടക്കില്ലായിരുന്നു. ക്യാമ്പസ് റാക്കറ്റിലെ നായിക അനു വിജയ ശ്രീകുമാറിനെ സ്വാഗതം ചെയ്യുന്നു. മെമന്റോ നൽകുന്നതിന് ശ്രീ RS പ്രദീപിനെ മെമന്റോ. ട്രാവൻകൂർ കലാസമിതിക്കും ഇതിലേക്ക് ഒരു അവസരം തന്ന ഗജേന്ദ്രൻ സാറിന്, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാ അണിയറ പ്രവർത്തകർക്കും ഒരു വലിയ നന്ദി അറിയിക്കുന്നു. ക്യാമ്പസ് റാക്കറ്റിലെ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച ഡോക്ടർ നോവിൻ ആദിത്യൻ, പ്രിയങ്കരനായ ഡോക്ടർ RS പ്രദീപ് കുമാർ. കഴിഞ്ഞ ഒരു 20-25 വർഷക്കാലമായി ഈ മേഖലയിൽ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ തന്നെയാണ് ഗജേന്ദ്ര ബാവ. നിങ്ങൾ 1000ങ്ങളിൽ നിന്ന് വ്യത്യസ്തനാവാൻ ശ്രമിക്കുമെങ്കിൽ മാത്രമേ ശ്രദ്ധിക്കപ്പെടുള്ളൂ എന്ന് MD സാർ പറഞ്ഞു. MD അത്തരത്തിൽ വ്യത്യസ്തമായ പ്രമേയങ്ങൾ വ്യത്യസ്തമായ പശ്ചാത്തലത്തിൽ ചിത്രീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ചില സിനിമകൾ കാണുമ്പോൾ തോന്നും ഇദ്ദേഹം ഈ ഷോർട്ട് ഫിലിം മേഖലയിൽ IV ശശിയാണെന്ന് തോന്നും. അടുത്തൊരു ചിത്രം കാണുമ്പോൾ ബ്ലസ്സിയാണെന്ന് തോന്നും. 2 കഥാപാത്രങ്ങൾ. നമ്മുടെ നിൽക്കുന്നത് ഗജേന്ദ്രൻ ചേട്ടൻ്റെ, ഞാൻ ബഹുമാനിക്കുന്ന ഏറ്റവും നല്ല പ്രതിഭട്ടം പറഞ്ഞ പോലെ മികച്ച രീതിയിൽ ഷോർട്ട് ഫിലിം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ 2 സൃഷ്ടികൾ കാണാനാണ്. ആ സമയം ഞാൻ കവർന്നെടുക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള എല്ലാ വർക്കുകൾക്കും എല്ലാ ആശംസകളും. ഇതും വൻ വിജയമാകട്ടെ. എൻ്റെ അണിയറ എല്ലാവർക്കും ആശംസകൾ. ട്രാവൻകൂർ കലാസമിതി മെയ് ആദ്യവാരം തലസ്ഥാനത്ത് നടത്തുന്ന JC ഡാനിയർ ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന്റെ ലോഗോ ബഹുമാന്യനായ മുൻ സ്പീക്കർ പ്രകാശനം ചെയ്യുന്നു. ഗജേന്ദ്ര ബാവ അത്ര നല്ല ടാലന്റഡ് ആളാണ്. പിന്നെ ശക്തൻ സാറ് പറഞ്ഞ പോലെ പുതുമുഖങ്ങളെ കൊണ്ടുവരാനായിട്ടുള്ള കാണിച്ച ഒരു ധൈര്യം, ഒരു സിൻസിയറിറ്റി എല്ലാം അഭിനന്ദിക്കുന്നു. അധ്യക്ഷൻ, ഉദ്ഘാടകൻ, ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ട്രാവൻകൂർ കലാസമിതിയുടെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.
പെണ്ണിനെ പൊന്നായി കാണുന്ന നാട് പെണ്ണിൻ്റെ പ്രാണനും കൊണ്ടുപോകും. പെണ്ണിനെ പൊന്നായി കാണുന്ന നാട് പെണ്ണിൻ്റെ പ്രാണനും കൊണ്ടുപോകും. കണ്ണുനീർ തോരാതെ കരയുവാനല്ലാതെ ഇനി നിന്നെ പുണരുവാൻ കഴിയുകില്ല. എന്താ തിരക്കിട്ട്? ഞാനിപ്പോൾ വന്നത് അത്യന്തം ഗുരുതരാവസ്ഥയിലുള്ള ഒരാളെ അഡ്മിറ്റ് ചെയ്യാനാണ്. ആക്സിഡന്റ് ആണോ? അല്ല, friends out there, I'm going to dance with them. Tonight, nothing is important, just shout the word, yeah. Shout the word, but let it go. We don't wanna see nobody withdraw, yeah. Tonight, we got our friends out there, I'm going to dance with them. Shout it, yeah. സാറിൻ്റെ കൂടെ ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ എല്ലാ കാര്യങ്ങളും എല്ലാത്തിലും സാറിന് അറിയാം. അതുകൊണ്ട് തന്നെ സാർ എല്ലാ കാര്യങ്ങളിലും എങ്ങനെ ചെയ്യണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരും. അപ്പോൾ ഇതിൽ അഭിനയിക്കാൻ വന്നതിനുപരി പുള്ളിക്കാരനെ ഒരു മകളായിട്ടുള്ള രീതിയിൽ കണ്ടിട്ട് വളരെ രീതിയിൽ എല്ലാത്തിലും ഹെൽപ്പ് ചെയ്തു. ഗജൻ സാർ മാത്രമല്ല, ഇതുണ്ടായിരുന്ന കംപ്ലീറ്റ് ക്രൂ എല്ലാവരും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഐ എം വെരി ഹാപ്പി, ഐ എം വെരി പ്രൗഡ് ഓഫ് യു.